അവരുടെ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമി, അവർക്ക് ആ പ്രദേശത്ത് ജീവിച്ചിരിക്കാനുള്ള അവകാശങ്ങൾ, അവർക്ക് സമാധാനപരമായി ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊന്നും ഈ കരാർ ഉറപ്പു നൽകുന്നില്ല. ഇസ്രായേലിൻ്റെ കൈവശമുള്ള പ്രദേശങ്ങൾ തിരിച്ച് അവകാശവാദം ഉന്നയിക്കാൻ പലസ്തീനിന് സാധ്യമല്ല. ഈ തടവുകാരെ കൈമാറ്റം ചെയ്യണമെങ്കിൽ ബോംബ് വീഴുന്ന സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബോംബ് തൽക്കാലം നിർത്തിയാൽ മാത്രമേ ഇവരെ കൈമാറ്റം ചെയ്യുന്ന പരിപാടി ആരംഭിക്കാൻ കഴിയൂ. അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായി വിറ്റ്കോഫ് എന്ന് പറയുന്ന ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൗദി അറേബ്യയിലും ഖത്തറിലും അതുപോലെ തന്നെ ഹമാസിൻ്റെ ആളുകളുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി ഒരു കരാറിലെത്തിയിരുന്നു. ഗസയിലെ നരഹത്യയുടെ 2ാം വാർഷികമായ ഒക്ടോബർ 7 തൊട്ട് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവും ചേർന്ന് കൊണ്ടുവന്നിരിക്കുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ കീഴടങ്ങലിന് പരിപൂർണമായ കീഴടങ്ങലിനുള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ ആത്യന്തികമായ നേട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പൂർണ്ണമായ അപ്രമാദിത്യം, ഇസ്രായേലിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തി എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുക എന്നുള്ളതാണ്. ആഗോള സമൂഹം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഫലസ്തീനികളും അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഫലസ്തീനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ, അവരുടെ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമി, അവർക്ക് ആ പ്രദേശത്ത് ജീവിച്ചിരിക്കാനുള്ള അവകാശങ്ങൾ, അവർക്ക് സമാധാനപരമായി ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊന്നും ഈ കരാർ ഉറപ്പു നൽകുന്നില്ല. 20 ഇനങ്ങളുള്ള ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഗസയിലെ അധികാര സംവിധാനത്തിൽ നിന്ന് പുറത്തു കളയുക. അത് ഹമാസ് അംഗീകരിച്ചു കഴിഞ്ഞു. തങ്ങൾ ഇല്ലാത്ത ഒരു ഭരണകൂടത്തെക്കുറിച്ച് അതിനോട് അവർ യോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്. തങ്ങൾ അധികാരത്തിൽ നിന്ന് മാറാം എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, ഏറ്റവും പ്രധാനമായിട്ട് ഹമാസിൻ്റെ തടവറയിൽ ഇപ്പോഴും ബാക്കിയുള്ള 47 പേരാണ് ഇപ്പോൾ തടവുകാരായിട്ട് ഹമാസിൻ്റെ കൈവശമുള്ളത്. അവരെ വിട്ടയക്കുക. അതിൽ പകുതിയോളം പേര് ഇതിനകം തന്നെ മരിച്ചതാണ്. അവരുടെ ശരീരങ്ങളും ബാക്കിയുള്ള ആളുകളെയും വിട്ടയക്കുക. ആ കാര്യത്തിൽ അടിയന്തരമായി നടപടിയെടുക്കുക. ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഹമാസ് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾ അവരെ വിട്ടയക്കാം, അധികാര സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ശക്തമായിട്ടുള്ള മറ്റാവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അവർ കൈയൊഴിയണം. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ കൈവശമുള്ള പ്രദേശങ്ങൾ തിരിച്ച് അവകാശവാദം ഉന്നയിക്കാൻ പലസ്തീനികൾക്ക് സാധ്യമല്ല. മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ അധികാരം, ഇതിൻ്റെ ഭാവി ഭരണകൂടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പലസ്തീനികളുടെ പോലും നിയന്ത്രണത്തിലാവില്ല. മറിച്ച് ഒരു ട്രാൻസിഷൻ അതോറിറ്റി, ഒരു പുതിയ ഭരണ സംവിധാനം ഗസയുടെ തകർക്കപ്പെട്ട ഗസയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തലവൻ ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട അധികാരിയായിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്നത്, അവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ആണ്. അങ്ങനെ ഒരു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിലുള്ള അങ്ങേയറ്റം വലതുപക്ഷ സമീപനങ്ങളെ എന്നും മുന്നോട്ട് വച്ചിട്ടുള്ള ടോണി ബ്ലെയർ അടക്കമുള്ള പിന്തിരിപ്പന്മാരാണ് പുതിയ ഭരണകൂടത്തിൻ്റെ അധികാരികളായിട്ട് വരിക. ആകെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, തൽക്കാലം ബോംബിങ് നിർത്താം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? മാർക്കോ റൂബിയോ പറഞ്ഞത്, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്, ഈ തടവുകാരെ കൈമാറ്റം ചെയ്യണമെങ്കിൽ ബോംബ് വീഴുന്ന സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബോംബ് തൽക്കാലം നിർത്തിയാൽ മാത്രമേ ഇവരെ കൈമാറ്റം ചെയ്യുന്ന പരിപാടി ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഏതാണ്ട് 45-47 ഇസ്രായേലികളുടെ കൈമാറ്റം ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ കയ്യിൽ കിട്ടുന്നത് വരെ ഇസ്രായേൽ ബോംബാക്രമണം നിർത്തിവെക്കും എന്നല്ലാതെ ഭാവിയിൽ ഒരു കാരണവശാലും ഗസയുടെ നേരെയോ അതുപോലെ മറ്റു പടിഞ്ഞാറേക്കരയുടെ നേരെയോ അതിക്രമങ്ങൾ നടത്തുകയില്ല എന്നുള്ള ഒരു ഉറപ്പും കൊടുക്കാൻ നെതന്യാഹുവോ ഇസ്രായേലി സർക്കാരോ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ
വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കരാർ എന്ന പേരിൽ ഒരു അതിക്രമത്തിൻ്റെ സായുധമായ കയ്യേറ്റത്തിൻ്റെ ഒരു ഒരു പുതിയ സംവിധാനത്തെ ഫലസ്തീനി ജനതയെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ടും ഇസ്രായേലി പ്രധാനമന്ത്രി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, അമേരിക്കയിലെ പല ആളുകളും പറയുന്നത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹമാസ് എടുക്കുന്ന സമീപനം, ഹമാസ് പിന്നെ ഞങ്ങൾ പിന്മാറിക്കോളാം, ഞങ്ങൾ ആളുകളെ കൊടുക്കാം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പല പാശ്ചാത്യ നിരീക്ഷകരും പറയുന്നത്. എന്നാൽ ആരാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ? ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ നോക്കിയാൽ ഒരു കാലത്തും ഈ പലസ്തീനികളുമായിട്ടുള്ള വിഷയത്തിൽ, പലസ്തീനികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇസ്രായേലിനെയോ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ശക്തികളും ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് സമീപകാല അനുഭവങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ തന്നെ ഹമാസിൻ്റെ ആളുകൾ പോയിട്ട് ഇസ്രായേലിൽ നിന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന ആ കാലം മുതൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായി വിറ്റ്കോഫ് എന്ന് പറയുന്ന ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൗദി അറേബ്യയിലും ഖത്തറിലും അതുപോലെ തന്നെ ഹമാസിൻ്റെ ആളുകളുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി ഒരു കരാറിലെത്തിയിരുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ സമാധാന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് തൽക്കാലം അന്ന് യുദ്ധം നിർത്തിയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണത്. യുദ്ധം നിർത്തിയത് ഹമാസിൻ്റെ കൈവശമുണ്ടായിരുന്ന തടവുകാരിൽ ഒരു വലിയ പങ്കിനെ ആ സമയത്താണ് അങ്ങോട്ട് വിട്ടുകൊടുത്തത്. അപ്പം കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 100 ചില്ലാൻ ആളുകളെ വിട്ടുകൊടുത്തതിന് ശേഷം പെട്ടെന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന സമയത്ത്, ആ ചർച്ചകൾ ഖത്തറിൽ തുടങ്ങുന്ന സമയത്ത് ആണ് വീണ്ടും ഇസ്രായേൽ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോയത്. അവരുടെ സേനകൾ ഹമാസിൻ്റെ നേതാക്കളെ ആക്രമിച്ചു കൊന്നത്, വീണ്ടും യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായത്. അതായത് വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ ഉണ്ടാക്കിയ കരാറിനെ പൂർണ്ണമായിട്ടും ഹമാസ് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. തടവുകാരെ വിട്ടയച്ചിരുന്നു. ആ സമയത്ത് 2ാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ തുടങ്ങുന്ന സമയത്താണ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഇസ്രായേലും നെതാന്യാഹുവും ആ കരാറിൽ വിഡ്രോ ചെയ്തിട്ട് വീണ്ടും ആക്രമണം നടത്തുകയാണ്. അത്യന്തം രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. അന്നൊന്നും പക്ഷേ വിറ്റ്കോഫോ അമേരിക്കയോ ട്രംപോ അക്കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ കരാറിൻ്റെ ബാക്കി ഭാഗം കൂടി പൂരിപ്പിക്കണം, കരാറിൻ്റെ പൂർണ്ണമായിട്ടും നിങ്ങൾ കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുകയുണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ ഇസ്രായേലിൻ്റെ കടന്നാക്രമണങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് കൂടുതൽ ഗുരുതരമായിട്ടുള്ള രക്തച്ചൊരിച്ചിൽ, അതേപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾക്ക്, പലസ്തീനിലെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ടാക്കി. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് നേരത്തെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നത്. 400ഓളം കേന്ദ്രങ്ങളിൽ, സഹായ കേന്ദ്രങ്ങളിൽ വിതരണം നടന്നിരുന്നു. അത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അമേരിക്കൻ ഏജൻസി ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിലേക്ക് മാറ്റി. അവർ 4 സ്ഥലങ്ങളിലേക്കായിട്ട് വെട്ടിച്ചുരുക്കി. ഈ 4 സ്ഥലങ്ങളിൽ ഫലസ്തീനികൾ ഭക്ഷണത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്ന സമയത്ത് അവരെ തലയ്ക്ക് മേൽ വെടിവെച്ച് കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായി. ഇത്തരത്തിലുള്ള എല്ലാവിധ മനുഷ്യാവകാശ ലംഘനങ്ങളും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നും തന്നെ അമേരിക്ക ഇടപെട്ടിട്ടില്ല. അതിലൊന്നും തന്നെ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഹമാസിൻ്റെ ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ ആണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അവരുടെ പ്രദേശങ്ങൾ, അവരുടെ നാട് പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ യഥാർത്ഥത്തിൽ നേരത്തെ ഹമാസിനെ സഹായിച്ചിരുന്ന ഇറാനെ പോലെ രാജ്യങ്ങൾ, സിറിയയെ പോലുള്ള രാജ്യങ്ങൾ, ഹിസ്ബുള്ളയെ പോലെ സംഘടനകൾ, അവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലും സംഘർഷത്തിലുമാണ്. ഇസ്രായേലിൻ്റെ കിടന്നാക്രമണം യഥാർത്ഥത്തിൽ നേരത്തെ സിറിയയിലുണ്ടായി, ഇറാനിലുണ്ടായി, ലെബനാനിലുണ്ടായി, ഇപ്പോൾ ഖത്തറിലുണ്ടായി. ഇങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ നേരെ അതിശക്തമായിട്ട് കടന്നാക്രമണം ഇസ്രായേൽ നടത്തുന്നു. അതിലൊക്കെ തന്നെ തിരിച്ചടിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാ അറബ് രാജ്യങ്ങളും, സൗദി അറേബ്യ ആയാലും ശരി, UAE ആയാലും ശരി, ഈജിപ്റ്റ് ആയാലും ശരി, ഖത്തർ ആയാലും ശരി, അവരൊക്കെ തന്നെ പൊതുവിൽ അമേരിക്കയുടെ ഈ സമാധാനത്തിന് വേണ്ടിയുള്ളത് എന്ന് പറയുന്ന കരാറിനെ അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതികളെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധി ഫലസ്തീനി ജനങ്ങളുടെ മുമ്പിൽ നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള സമൂഹത്തിന് മുമ്പിൽ നിർത്തുന്നുണ്ട്. കാരണം ഫലസ്തീനികൾക്ക് 1948 കരാറ് പ്രകാരം 55% ഭൂമി ഇസ്രായേലിനും 45% ഭൂമി ഫലസ്തീനികൾക്കും എന്നുള്ളൊരു കരാറായിരുന്നു ആ വിഭജനത്തിൻ്റെ കാലത്തുണ്ടായിരുന്നത്. അതിനകത്ത് 55% എന്ന ഇസ്രായേലിൻ്റെ ഭൂമി ഇപ്പോൾ 55, 75, 80 അതിനപ്പുറത്തേക്കോ ആവുകയാണ്.
ഫലസ്തീനികളുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഓരോന്നോരായി അവർ പിടിച്ചെടുക്കുകയാണ്. മാത്രമല്ല ഈ പടിഞ്ഞാറേക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫലസ്തീനി പ്രദേശങ്ങളിലേക്ക് സെറ്റിലർമാർ, കുടിയേറ്റക്കാർ എന്ന് പേര് പറയുന്ന സായുധ കൊള്ളക്കാരെ അയച്ച് ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങൾ ആ പ്രദേശം പൂർണ്ണമായിട്ട് പിടിച്ചടക്കും എന്നാണ് ഇസ്രായേലിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരായ പലരും പറഞ്ഞത്. അവരാണ് ഇന്ന് ഇസ്രായേലി സർക്കാരിനെ ഭരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിയുടെ കാലത്ത് ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളോടുള്ള ലോകത്തിൻ്റെ പ്രതികരണം തീർച്ചയായും ജനസമൂഹങ്ങൾ ഫലസ്തീനികൾക്ക് അനുകൂലമാണെങ്കിൽ പോലും രാജ്യങ്ങൾ, സർക്കാരുകൾ, അധികാരികൾ, പണങ്ങൾ, ധനികർ അവരൊന്നും തന്നെ ഫലസ്തീനികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഈ സമാധാന കരാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ കരാറല്ല, കീഴടങ്ങലിൻ്റെ കരാറാണ്. ആ ഒരു കീഴടങ്ങലിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഫലസ്തീനിലെ ജനങ്ങളെ അഴ്ത്തിക്കൊണ്ട് അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ ഗുണഭോക്താക്കളെ രണ്ടുപേരായിരിക്കും. ഒന്ന്, തീർച്ചയായും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം താൻ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്താം. അദ്ദേഹം ആ നാട്ടിൽ സ്വന്തം നാട് ഇസ്രായേൽ പലതരത്തിലുള്ള അഴിമതി കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നിരുന്നാലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധാനത്തിലേക്ക് പോവുക, ഈ തടവുകാരെ മുഴുവനും വിട്ടയപ്പിക്കുന്നതിൽ വിജയിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഒരുപക്ഷെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് വിജയിക്കാൻ കഴിഞ്ഞേക്കും. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയെടുക്കുക എന്നുള്ളതാണ്. സമാധാനവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തനിക്ക് കിട്ടണം എന്ന് അദ്ദേഹത്തിന് കടുത്ത ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമടക്കം 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫലസ്തീനിലെ പ്രശ്നവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ത്, സമാധാനത്തിന് നോബൽ സമ്മാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന് കിട്ടട്ടെ. കാരണം നോബൽ സമ്മാനം വാങ്ങിയിട്ടുള്ള എത്രയോ കിരാതന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഒരാൾക്ക് കൂടി കൊടുത്താൽ പ്രത്യേകിച്ച് ലോകത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു സത്യവുമാണ്.